ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് ധനുമാസം 20-ാം തീയതി, അതായത് 2017 ജനുവരി മാസം 4-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം 26 നാഴിക പൂരിട്ടാതിയും ബാക്കി ഉത്രട്ടാതിയുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും 40 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളതുമായ, നമുക്കൊക്കെ ഗുരുസ്ഥാനീയനായ, നമുക്കൊക്കെ ജ്യോതിഷപരമായ ഒട്ടനവധി മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. സേലത്ത് നിന്ന് ബിനിതയാണ്. മകളുടെ പഠനമാന്ദ്യമാണ് പ്രശ്നം. +2 പഠിക്കുന്നു, നല്ലതുപോലെ പഠിക്കും, നല്ല ശ്രദ്ധയുമുണ്ട്. എന്നാൽ എത്ര പഠിച്ചാലും പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണ്. പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ക്ഷീണവും തലവേദനയുമാണ്. എന്താണ് ഇതിന് പരിഹാരം? കുട്ടിയുടെ മുമ്പോട്ടുള്ള വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കും? ഗ്രഹനില ചേർക്കുന്നു. മകൾക്ക് 15 വയസ്സ് മുതൽ 33 വയസ്സ് വരെ, അതായത് 18 വർഷം, രാഹു എന്ന ദശാകാലമാണ്. രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർ ചന്ദ്രദശയിൽ ജനിക്കുന്നു, വീണ്ടും ചൊവ്വാദശ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞാൽ രാഹു ദശ ഭരിക്കുന്നു. ഇവിടെ ജനനസമയത്തിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് 33 വയസ്സ് കൊണ്ട് രാഹു തീരുന്നു. എന്നാൽ 15 വയസ്സ് മുതൽ രാഹു ദശ തുടങ്ങുന്നു. രാഹു എന്ന് പറയുന്ന ആ ധൂമകേതു, ആ സാങ്കല്പിക ഗ്രഹം, ലഗ്നത്തിൻ്റെ 8-ാം രാശിയിൽ നിന്നാൽ സ്ത്രീ പുരുഷ ഭേദമന്യേ വിദ്യാർത്ഥി, ഉദ്യോഗം, ഗാർഹസ്ഥ്യത, പ്രായാധിക്യം, മധ്യവയസ്ക, ബാല്യം, കൗമാരം, യൗവനം, ജരാനരകൾ, ഇപ്രകാരം ഏത് പ്രായഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും ഏത് രൂപത്തിലും ഭാവത്തിലും നിന്ന് കഴിഞ്ഞെന്നാലും ലഗ്നാൽ 8-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശരാശരി അതിനെ അഷ്ടമത്തിൽ രാഹു എന്ന് ജ്യോതിശാസ്ത്രപരമായി ആചാര്യന്മാർ പറയുന്നു. അഷ്ടമം എന്ന് പറഞ്ഞാൽ 8-ാം രാശിയിലും 8-ാം രാശിയിൽ നിൽക്കുന്ന രാഹു അത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ശോഭിക്കുന്നതല്ല. കാരണം രാഹു 8 നിന്ന് കഴിഞ്ഞെന്നാൽ പഠന മാന്ദ്യമോ പഠിക്കാനുള്ള സാമർഥ്യമുണ്ടെങ്കിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അത് പരീക്ഷാ പേപ്പറുകളിൽ ആ ഭാവനകൾ വരാൻ ബുദ്ധിമുട്ട് ഉണ്ടാവും. അല്ലെ വരും വരായികകൾ അവയുടെ ഗൗരവങ്ങൾ മനസ്സിലാക്കാതെ 8-ൽ രാഹു നിൽക്കുന്ന ആ പീരീഡ്, പ്രത്യേകിച്ച് രാഹു ദശ, അതിലെ സ്വാപഹാരം, അതിലെ ചൊവ്വ അപഹാരം, അതിലെ ശനി അപഹാരം തന്നെയല്ല അതിനകത്തെ പാപഗ്രഹങ്ങളും ആയിട്ട് ബന്ധപ്പെടാവുന്ന സാഹചര്യങ്ങളുള്ള ഛിദ്രാപഹാര കാലഘട്ടത്തിലും, പ്രത്യേകിച്ച് രോഹിണി മുതലായ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നിലവിൽ കണ്ടകശനിയും കൂടി നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെയും കൂടെ വരുമ്പോൾ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി പിശാചിൻ്റെ ഉപദ്രവം എന്ന് പറയുന്ന പോലെ നിലവിൽ രാഹുദശയും പിന്നീട് അഷ്ടമശനിദോഷവും കൂടെ വരുന്നു. പഠിക്കാൻ ബുദ്ധിമുട്ടോ, പഠന മാന്ദ്യമോ, പഠിച്ചാൽ ബൈഹാർട്ടാവാത്ത അവസ്ഥയോ, കോൺസെൻട്രേഷൻ, മെമ്മറി, മെഡിറ്റേഷൻ എന്നിവ കുറയുകയോ, അല്ലെങ്കിൽ രോഗം, ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹരാസ്മെൻറ്റുകൾ, ഇതൊന്നുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടുംബജനങ്ങളിൽ നിന്നുള്ള വേണ്ടപ്പെട്ടവരിൽ ആയിട്ട് മരണമോ മറ്റേതെങ്കിലും മാനസിക ദുഃഖങ്ങളോ ഉണ്ടായിട്ട് പഠിക്കാൻ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ വരിക, അല്ലെങ്കിൽ പഠിക്കുന്ന കോളേജും സിലബസും എല്ലാം മാറി വേറെ ദൂരെ പോയി പഠിക്കാൻ ഇടവരിക. അപ്രകാരമാണ് മകളുടെ പഠന മാന്ദ്യം +2 മുതൽ സംഭവിച്ചിരിക്കുന്നത്. ഈ 2 പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിക്കണമെങ്കിൽ അർത്ഥകായം ഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാ ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം എന്നുള്ള രാഹുസ്തോത്രങ്ങളെ കൊണ്ട് 18 ദിവസം രാഹു പത്മമിട്ട് ജലഗന്ധപുഷ്പധൂപദീപ ജലാന്തം രാഹുവിനെ സാങ്കല്പികപരമായി സർപ്പാധിക്യമുള്ള രാഹുവിനെ പൂജിച്ച്
ഗോമേതകം എന്ന രത്നം ധരിക്കുകയും അതുപോലെ തന്നെ സർപ്പക്ഷേത്രത്തിൽ മൂറും പാലും അതുപോലെ സർപ്പബലി മുതലായ വഴിപാടുകൾ ചെയ്തു വരികയും ഗോമേതക രത്നം ധരിക്കുകയും ചെയ്തു വന്നാൽ രാഹുവിൻ്റെ കാഠിന്യം മാറുന്നതാണ്. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ സമീപ ശാസ്താക്ഷേത്രങ്ങളിൽ വിശുദ്ധേ മോദക പ്രതികരാജ സക്തവച്ചേക്ഷു നാളീകേരം മുഖച്ച് എള്ളെണ്ണ നിറച്ച് എള്ള് കെട്ടിക്കെട്ടി രാവിലെ 9 മണിക്കുള്ളിലായി പേരും നക്ഷത്രവും ചേർത്ത് നീരാഞ്ജനാദികൾ നടത്തി വരികയും ചെയ്താൽ ശനിയുടെ കാഠിന്യവും മുൻ സൂചിപ്പിച്ച പ്രതിവിധികൾ ചെയ്ത രാഹുവിൻ്റെ കാഠിന്യവും ഒരു 160% വരെ മാറി നിൽക്കുകയും ബുദ്ധിശക്തിയും അതുപോലെ തന്നെ ധാരണാശക്തിയും മേധാശക്തിയും പ്രത്യുൽപ്പന്ന മതിത്വവും അവസരോചിതപരമായി ഉള്ള ദൈവാനുഗ്രഹവും വരുന്നതിന് വേണ്ടി സാരസ്വതകൃതം സരസ്വതീ മന്ത്രം ജപിച്ച് സിദ്ധിയാക്കി ഒരു 4000 ജപിച്ച് ഒരു 3 മാസം ഇടവിട്ട ഓരോ സ്പൂൺ വീതം പ്രഭാതത്തിൽ സേവിച്ചു വരികയും ചെയ്തു വന്നാൽ ശരാശരി ഒരു 160 മുതൽ 90% വരെ ഈ ദോഷകാഠിന്യം മാറുകയും പഠിക്കാനിരിക്കുമ്പോൾ ഊർജ്ജസ്വലതയും ക്ഷീണവും തലവേദനയൊക്കെ മാറ്റം വരികയും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ട് പോകുന്ന വിഷയങ്ങൾക്ക് ഉത്തരം എഴുതുവാനുള്ള പ്രത്യുൽപ്പന്ന മതിത്വവും അതുപോലെ തത്സമയ സരസ്വതീ ബുദ്ധിയും അനുഗ്രഹവും ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇപ്രകാരം അല്പം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 2 പ്രതിവിധികളിലൂടെ കണിശമായിട്ടും ഈ പരീക്ഷാ വിജയം നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം